ഇന്ന് നമ്മൾ ഫസ്റ്റ് ടൈം മട്ടൻ കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ മട്ടൻ നന്നായിട്ട് കഴുകിയെടുത്ത് ഉപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകി, അതിനുശേഷം നമ്മൾ നാരങ്ങാ നീര് കൂടി ചേർത്ത് നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടോ. ഒരു 3-4 തവണ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചു. പിന്നെ നമ്മൾ സവാള ഉള്ളി അരിഞ്ഞു വെച്ചു. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിൽ വൃത്തിയാക്കി വെച്ച മട്ടൻ ഇട്ടു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, അതുപോലെ തന്നെ സവാള അരിഞ്ഞത് ചേർത്തു. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തു കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കാൻ പോവാണ്. അത് ഒന്നുമില്ല, ജസ്റ്റ് 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ 1 സ്പൂണ് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി, പിന്നെ ഒരു നുള്ള് സ്പൂണ്, ഒരു ഹാഫ് സ്പൂണെന്ന് പറയാം, 1/2 സ്പൂണ് ചില്ലി പൗഡർ, അതായത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു നുള്ള് ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഓൾ സ്പൈസസ്, നമ്മുടെ ബേ ലീഫ്, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഓയിലായിട്ട് യൂസ് ചെയ്യണം, നമ്മൾ ഒലീവ് ഓയിലാണ് കേട്ടോ. അപ്പോൾ ഒലീവ് ഓയിൽ അതിൽ ഒരു സ്പൂണോളം നമ്മൾ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. മട്ടനിലേക്ക് എല്ലാ മസാലകളും എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ്. അപ്പോൾ അത്യാവശ്യം വെള്ളം വെച്ചു. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അടുപ്പത്ത് വയ്ക്കാൻ പോവാണ്. അപ്പോൾ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 4-5 വിസിൽസ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. 4-5 വിസിൽ വന്നിട്ടാണ് നമ്മളത് എടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മട്ടൻ കറി ഇതേ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതേ നോക്കി നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ വറ്റാം, മീൻസ് ഒന്നും കൂടി ഡ്രൈ ആക്കാം. അപ്പോൾ ഉപ്പും മുളകൊക്കെ ആവശ്യത്തിന് നോക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി മസാല, മീൻസ് നമ്മുടെ ഗരം മസാല ഇപ്പോഴാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഒന്നുകൂടി കുറുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മല്ലിയിലയും അതുപോലെ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടി ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇതേ മട്ടൻ കറി റെഡിയായി. നമ്മൾ ഫസ്റ്റ് ടൈമായിട്ടോ വീട്ടിലുണ്ടാക്കണം. അപ്പോൾ നമ്മുടെ മട്ടൻ കറി റെഡി. അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെയാണ് കഴിച്ചത്. ചോറ്, അതുപോലെ തന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ മട്ടൻ കറിയും കൂടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. താങ്ക് യു.